ഒരു പ്രൊജക്റ്റിന് അപ്രോച്ച് ചെയ്യുമ്പം ഞാൻ പറയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് സീരിയസ് ആയിട്ട് ഒരു ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം ഒരു സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് ചെയ്യാനായിട്ട്. അതായത് ആ സ്റ്റേക്ക് ഹോൾഡർക്ക് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം, ഒരു വിഷൻ ഉണ്ടായിരിക്കണം. മീൻസ് ഈ ഒരു ERP ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഞാൻ എന്താണ് എൻ്റെ ഓർഗനൈസേഷനിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പല സമയത്തും നമുക്ക് മീൻസ് എൻക്വയറീസ് വരുമ്പോൾ സ്ട്രൈറ്റ് അവർ ചോദിക്കുന്നത് പ്രൈസിങ് ആണ്. ഓക്കെ, ഞങ്ങളുടെ ബിസിനസ് ട്രേഡിംഗ് ആണ്. എന്ത് ട്രേഡിംഗ് ആണെന്ന് ചോദിച്ചാൽ വരെ അതിന് പ്രോപ്പറായിട്ടുള്ള ആൻസർ തരാതെ ഓക്കെ ജസ്റ്റ് ട്രേഡിംഗ് ആണ്, അതിനെന്ത് പ്രൈസ് വരും, ഈ ഒരു രൂപത്തിലുള്ള ഒരു എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പം അതിന്ന് നമുക്ക് മനസ്സിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 100% എന്തില്ല, അവർക്ക് അവരുടെ ബിസിനസ്സിൽ എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. ഇനി അങ്ങനെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിലൂടെ അവർ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനുള്ള ക്ലാരിറ്റി ഇല്ല. അപ്പം റിയലി അവർക്ക് ആ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ERP കൊണ്ടുവരണം, അതിനെക്കൊണ്ട് റിസൾട്ട് ഡ്രൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം ഇതിനെക്കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തത് ആ ക്ലാരിറ്റിൻ്റെ ബേസിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനും തയ്യാറാവണം ഇംപ്ലിമെൻറ്റേറ്റ്. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒരു മാർക്കറ്റിലുള്ള ഒരു റെഡി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് പോലെ ജസ്റ്റ് ഒരു പ്രൈസ് എൻക്വയറി ചെയ്തിട്ട് പോകുന്നതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫാക്റ്റ്.